വെറും 5-10% വീടുകൾ മാത്രമേ ഉള്ളൂ ഡിസൈൻ ചെയ്യപ്പെടുന്ന വീടുകൾ. ഒരു പ്ലെയിൻ ക്യാൻവാസിൽ ഒരു സിറ്റി ഉണ്ടാക്കുക വളരെ ദുഷ്കരമാണ് കമ്പയർഡ് ടു ഒരു എക്സിസ്റ്റിംഗ് സിറ്റിയെ നന്നാക്കി എടുക്കുക എന്നുള്ളത്. ഡിസൈൻ ഫണ്ടമെന്റലി ഇറ്റ്സ് ഫോർ ദി ഈസ് ഓഫ് ഹ്യൂമൻ ലൈഫ്. കേരള സംസ്ഥാനമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഡിസൈൻ പോളിസി ഉണ്ടാക്കിയെടുക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്ത സംസ്ഥാനം. ഒരു ഹാപ്പി മോഡിൽ ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് കാലിക്കറ്റിൽ പ്രിഡോമിനൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ലോക സമക്ഷം കേരളത്തെ എത്തിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പ്രോജക്റ്റാണ് മുസരീസ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. എസ്തെറ്റിക് സെൻസിബിലിറ്റി എന്ന് പറയുന്ന സാധനം എവിടെ വെച്ചോ മലയാളികൾക്ക് നഷ്ടപ്പെട്ടോ എന്ന് ഞാൻ എപ്പോഴും സംശയിക്കാറുണ്ട്. ഒരു ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അടിച്ചു പൊട്ടിക്കുക. സൈഡിൽ ഉള്ള ഹാൻഡ് റെയിൽസ് രാത്രി സമയത്ത് വന്ന് ഗ്യാസ് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് ആക്രിക്കടയിൽ വിറ്റ് കാശ് വാങ്ങിക്കുന്ന ആൾക്കാർ വരെ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഫയൽ മൂവ്മെന്റിന്റെ താമസം അത് വലിയൊരു പ്രശ്നമാണ്. നമ്മൾ എല്ലാത്തിനും സ്കെപ്റ്റിക്കലാണ്. എന്തുകൊണ്ടാണ് ഈ അർബൻ ഡിസൈൻ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും ഒരു ഫ്ലഡ് സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഹെൽപ്ലെസ് ആവണം? വലിയൊരു പ്രതലത്തിൽ വെള്ളം കളക്ട് ചെയ്തിട്ട് ഒരു 2 ഇഞ്ചിന്റെ പൈപ്പ് കൊടുത്താൽ എങ്ങനെ ഇരിക്കും? ഇതാണ് കേരളത്തിലെ പലയിടത്തെ അവസ്ഥ.